ജാനകി, ഹലോ ബഷീർക്ക, പോലല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പ്രഭാകരന്റെ മരണം ഹാളിലെ സോഫയിൽ തലയിടിച്ച് വീണതുകൊണ്ടാണ്. വീണിടത്താണെങ്കിൽ ഒരു തുള്ളി ബ്ലഡ് പോലുമില്ല. പിന്നെങ്ങനെയാണോ താനിത് കൊലപാതകമാണെന്ന് പറയുന്നത്? കാര്യം പ്രഭാകരൻ തൻ്റെ എൻ്റെയും ക്ലോസ് ഫ്രണ്ടാണ്. എന്നാലും അയാളെ കൊല്ലാനുള്ള ശത്രുത നമ്മുടെ അറിവിൽ ആർക്കും. തനിക്കറിയാമല്ലോ, ടാക്സ് കൺസൾട്ടൻ്റായ പ്രഭാകരന് നല്ല ക്യാഷ് വരുന്നത് ഡെയിലി മുന്തിയ സാധനങ്ങൾ മാത്രമേ അയാൾ അടിക്കാറുള്ളൂ. മരിച്ച ദിവസവും അയാൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. ഇയാളുടെ ഈ സ്വഭാവം കാരണമല്ലേ സ്വന്തം ഭാര്യയും മക്കളും പോലും കളഞ്ഞിട്ട് പോയത്? അതുമാത്രമോ, ഓഫീസ് സ്റ്റാഫ് എന്നും പറഞ്ഞ് ഒരുത്തിയെ 2 കൊല്ലമായി കൊണ്ടു നടക്കുന്നു. അവളുടെ ഭർത്താവ് അവളെ കളഞ്ഞിട്ട് പോയി. അവൾക്കൊരു കുഞ്ഞുണ്ട്. തനിക്കിതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? രാജേന്ദ്ര, തനിക്ക് പ്രഭാകരൻ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരനായിരിക്കും, പക്ഷേ എനിക്ക് അവൻ ഉറ്റച്ചങ്ങായി. രാജേന്ദ്ര വക്കീലെ, എനിക്ക് അവൻ്റെ മരണത്തിൽ നല്ല സംശയമുണ്ട്. അതിന് തക്കതായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. തനിക്ക് എന്നെ സഹായിക്കാൻ പറ്റും. താനെന്തോടോ ഈ പറഞ്ഞു വരുന്നു? താൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ താൻ എനിക്ക് 2 ദിവസം കൊലയാളി നമുക്ക് എത്ര അടുപ്പമുള്ളവരാണെന്ന് പറഞ്ഞാലും നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഞാൻ തന്നെ വിശ്വസിക്കുകയാണ്. താൻ ധൈര്യമായി പോകും. എൻ്റെ അറിവിൽ ഈ കേസ് റീഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നും. ആൾറെഡി ഈ കേസ് ലൈവാണ്. എന്നാൽ തക്കതായ തെളിവുകൾ നമ്മൾ സ്വീകരിക്കും. എന്തായാലും താനിപ്പോൾ പോകും, ഞാൻ 2 ദിവസം. പ്രഭാകരന്റെ മരണകാരണം തലയിലുണ്ടായ ക്ഷതം തന്നെയാണ്. മാത്രമല്ല, ആ വ്യക്തി നല്ലതുപോലെ മദ്യപിച്ചിരുന്നു. സോ ആ വ്യക്തി ഇൻടോക്സിക്കേറ്റഡ് ആണ്, ഫുള്ളി ഇൻടോക്സിക്കേറ്റഡ്. പിന്നെ ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരു ബലപ്രയോഗം നടന്നിട്ടില്ല. ഞാൻ ചില കാര്യങ്ങൾ പറയാം, അത് കേട്ട് കഴിഞ്ഞ് ഇതിനകത്ത് ഒരു കൊലപാതകത്തിന് ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് പറയണം. യെസ്, there is a possibility. ആൻഡോ മമ്പള്ളി, ഞാൻ തന്നെ ഇവിടെ വിളിപ്പിച്ചത് പ്രമാദമായ ഒരു കേസ് ഏൽപ്പിക്കാനാണ്. ഒരു ടാക്സ് കൺസൾട്ടന്റ് പ്രഭാകരൻ എന്ന ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടീമിനെ ഈ കേസ് ഏൽപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ തുടങ്ങുകയല്ലേ? തോമസേ, താനെന്ന് അവിടെ കണ്ട ആ മുറിയിലെ ജനാലകൾ പൂട്ടിയ നിലയിലായിരുന്നു. ആ വാതിലിന്റെ താക്കോൽ ടേബിളിലിരിക്കുകയായിരുന്നു.
എനിക്കെന്തോ എൻ്റെ ഇൻഡ്യൂഷൻ പറയുന്നു വിത്തിൻ ഡേയ്സ് നമ്മൾ ഈ കേസ് ക്ലോസ് ചെയ്യുമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? മഹേഷും രേണുകയും കൂടി അല്ല സാറേ, ഈ CI ആൻഡ്രൂസാറിന്റെ പോക്ക് കണ്ടിട്ട് ഇതൊരു കൊലപാതകമാക്കിയേ അടങ്ങൂ എന്നാണല്ലോ. തനിക്ക് സാറിനെ അറിഞ്ഞൂടെ? ഒന്നും കാണാതെ സാർ ഈ കേസ് ഏറ്റെടുക്കില്ല. സാർ ഇന്നലെ വിളിച്ചത് നന്നായി. ഞങ്ങൾ ഇന്ന് ഈവനിങ് ബാംഗ്ലൂർ പോകാനായി നിൽക്കുകയായിരുന്നു. അത് മാത്രമല്ല, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. ചടങ്ങിന് വേണ്ടി മാത്രമാണ് നിന്നത്. ബാംഗ്ലൂരിൽ എന്താ? മൂത്ത മകൾ അവിടെ നഴ്സിംഗ് 3-ാം വർഷം പഠിക്കുകയാണ്. ഈ വീക്ക് ലാസ്റ്റ് അവർക്ക് എക്സാം ഉണ്ട്. അവരുടെ ഭാവിയല്ലേ ഇനി ഞാൻ നോക്കേണ്ടത് സാർ. നിങ്ങൾ പ്രഭാകരനുമായിട്ട് അകന്നു കഴിയാനുള്ള ശരിക്കുള്ള കാര്യം ഒന്ന് പറയാമോ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ സാർ കാര്യം?
എനിക്ക് ഉറപ്പാ സാർ, അവർ തമ്മിൽ റിലേഷൻ ആയിരുന്നു. അയാളുടെ കുറെ പൈസ അവൾ തിന്നിട്ടുണ്ട്. എനിക്കറിയാം. എനിക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവൾ മാത്രമായിരിക്കും. ഈ സ്ത്രീ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മുടെ അന്വേഷണത്തിൽ സംശയിക്കപ്പെടുന്ന ലിസ്റ്റിൽ രണ്ടാമതായി കിടക്കുന്നത് ഈ പറഞ്ഞ ജാനകിയുടെ പേരാണ്. ആൻഡോ സാർ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ ഈ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യും. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പോലീസുകാരെ വിശ്വസിക്കരുതെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചേക്കുന്നത്. എന്നാലും എനിക്ക് സാറുമാരോട് കാര്യം പറയാനുണ്ട്. നീ കാര്യം പറയടേ. പുതിയ എന്തോ ഒരു വള്ളിക്കെട്ടൊക്കെ പിടിച്ച് തലയെ വെച്ചെന്നറിഞ്ഞല്ലോ. സാർ, പ്രഭാകരന്റെ മരണം അതിപ്പോ ഞാനാ അന്വേഷിക്കുന്നത്. ക്രൈം സീൻ ഫോട്ടോഗ്രാഫി നിങ്ങൾ എനിക്ക് അയച്ചു തന്നിരുന്നല്ലോ. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ മറിഞ്ഞു വീണിട്ട് കഴുത്ത് സോഫായിലടിച്ച് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പെട്ടെന്ന് അപ്പം തന്നെ മരണം സംഭവിച്ചു. ആ കിടന്ന വീഴ്ചയിൽ തന്നെ മരണം സംഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ബ്രെയിൻ സ്റ്റോം ഫ്രാക്ചർ ഉണ്ടായി കാണും. അതാണ് ആ കിടപ്പിൽ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് മരണപ്പെട്ടത്. സാർ, അന്നേരം ഈ കേസിനകത്ത് അദ്ദേഹം സ്വയം വീണാലും സംഭവിക്കാം, അതോ മറ്റാരെങ്കിലും ഒരാൾ ചെറിയ തോതിൽ പിടിച്ചു തള്ളിയാലും ഇത് സംഭവിക്കാം. അയാൾ മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന്. രണ്ടാമത് അയാൾ ഡയബറ്റിക് ആയിരുന്നു. 3, അയാൾ ലവ് പിൽസ് കഴിച്ചിരുന്നു എന്നാണ് സീൻ ബേഴ്സറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങേക്ക് ഹൈ BP ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അയാളുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസ്, അയാളുടെ പേരന്റൽ സ്റ്റാറ്റസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലുള്ളൊരു സിറ്റുവേഷനിൽ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പെട്ടെന്ന് ഗഷ് ചെയ്യും നമ്മുടെ ബ്ലഡിലേക്ക്. അപ്പോൾ അതേസമയം അങ്ങേര് കൂടുതൽ ഈ പറഞ്ഞതുപോലെ ദുർബലനാകും. അപ്പോൾ വളരെ മൈൽഡായിട്ട് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു തള്ളു തള്ളിയാൽ തന്നെ അയാൾ ആ ഡെഡ് വെയിറ്റ് ആയിട്ട് സ്പീഡ് നേരെ മറിഞ്ഞു. അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട
ഐ ആം പ്രൗഡ്. വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ടീം ദ ബെസ്റ്റ് എന്ന് തെളിയിച്ചിരിക്കുന്നു. നോ സാർ, ഇതിൽ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. പിന്നെ ഈ കേസ് കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന സുപ്രധാന തെളിവുകൾ ആൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടിയതാണല്ലോ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, താൻ പാതി ദൈവം പാതി. നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോയാൽ ബാക്കി ദൈവം നമുക്ക് വഴിയെ തന്നുകൊള്ളും. ലൈക്ക് ദാറ്റ് ഈ കേസിൽ കൊലയാളിയിലേക്ക് എത്താനുള്ള സുപ്രധാന തെളിവ് ദൈവം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യില്ലേ? സർ, വിത്ത് യുവർ പെർമിഷൻ, ഈ കേസ് വിചാരിച്ചാലും നേരത്തെ തെളിഞ്ഞതുകൊണ്ട് ഡ്രമാറ്റിക്കായി കുറ്റവാളിയെ കൊണ്ട് കുറ്റം പറയിക്കാനുള്ള ടൈം എനിക്ക് തരണം. ടേക്ക് യുവർ ടൈം ആൻഡ് താങ്ക് യു സർ. സാർ, ഇത് ഭാനുമതി പ്രഭാകരൻ, ലേറ്റ് പ്രഭാകരന്റെ വൈഫ്. കുറച്ചു നാളുടെ കഴിഞ്ഞിരുന്നെങ്കിൽ എക്സ് വൈഫ് ആകേണ്ടതായിരുന്നു, അല്ലേ ഭാനുമതി? കൊലയാളി ആരെന്നും എന്തായാലും സ്വന്തം ഭാര്യ അറിയണം. ആ വ്യക്തിയെ നേരി കാണിക്കാനാണ് ഭാനുമതി ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സാർ, അപ്പൊ ഇതൊരു കൊലപാതകമായിരുന്നു? സാർ, ഇവർ മിസ്റ്റർ ബഷീർ ആൻഡ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, പ്രഭാകരന്റെ ഫ്രണ്ട്സ്. അത് മാത്രമല്ല, ഈ മരണം ഒരു കൊലപാതകമാണെന്നും കൊലയാളിയെ കണ്ടെത്തണമെന്ന് ഉന്നയിച്ച് അതിനുവേണ്ടിയുള്ള സുപ്രധാന തെളിവുകൾ നമ്മൾ കൈമാറിയ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഇയാൾ എന്തുവാണ് ഈ പറഞ്ഞു വരുന്നത്? ഒന്നും ഉണ്ടായി. ടാക്സ് കൺസൾട്ടന്റ് പ്രഭാകരൻ, അദ്ദേഹത്തിന്റെ വിശ്വസ്തയ സ്റ്റാഫ്, സെക്രട്ടറി, ഫ്രണ്ട് എന്നീ കീ പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു ജാനകി. ജാനകിക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതോ ഒരു ക്ലയന്റ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് അകത്ത് ബോധരഹിതനായി കിടക്കുന്ന പ്രഭാകരൻ രക്ഷിക്കാനാണ് പോലീസ് അവിടെ എത്തിയെങ്കിലും മരിച്ചു കിടക്കുന്ന പ്രഭാകരനെയാണ് SI തോമസിന് അവിടെ കാണാൻ സാധിച്ചത്. അന്ന് പോലീസുകാർക്ക് എടുത്ത മൊഴിയിൽ ജാനകി പറഞ്ഞത് പ്രഭാകരനെ കണ്ടത് മെയ് 22 പകൽ, അതായത് പ്രഭാകരൻ മരിക്കുന്ന ദിവസം രാവിലെ. അത് ശരിയല്ലേ ജാനകി? പിറ്റേ ദിവസം ജാനകി ലീവായിരുന്നുവെന്നും തന്റെ അമ്മ വീടായ പത്തനംതിട്ടയിൽ പോയിരുന്നുവെന്നും അല്ലേ? അതെ. അതെന്തിനാ ജാനകി അങ്ങനൊരു കള്ളം പറഞ്ഞ്? പറയൂ ജാനകി, പിറ്റേ ദിവസം പ്രഭാകരനെ കാണാൻ ആ വീട്ടിലല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വീട്ടിൽ ജാനകി പോയില്ല എന്ന് എന്തിനാ കള്ളം പറഞ്ഞ്? അല്ല, ഞാനല്ല സാർ, ഞാനവിടെ പോയിരുന്നു.
പ്രഭേ 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 പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ജാനകി, വീണ്ടും ജാനകിയുടെ നേരെയാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 3:21 PM, അതായത് ഷാജി ജാനകിയെ കണ്ട ഏകദേശ സമയമാണത്. പ്രഭാകരനും മരണപ്പെട്ടിരിക്കുന്നത് ആ സമയത്താണ്. ജാനകി നൽകിയിരിക്കുന്ന മൊഴിയിൽ ജാനകി രാവിലെ എവിടെ പോയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ജാനകി വീണ്ടും വീണ്ടും കള്ളം പറയുകയാണല്ലോ. ഇനിയെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ Come on, Janaki. Tell us the truth. സാർ, ഇന്ന് കുറച്ച് നേരത്തെ പോണം. ഓഫീസ് താക്കോല് ഇവിടെ വെച്ചേരെ. ക്ലയന്റ് ആരെങ്കിലും വരും. നീ ഇന്നെന്താ അത്ര നേരത്തെ? നീ വാ, കുറച്ചു നേരം നമുക്കൊന്ന് കൂടിയിട്ട് പോവാം. മോന് സുഖമില്ല. അവൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ, അതിനെന്താ,
1/2 ഞാനാണെങ്കിൽ നല്ല മൂഡില്. നീ ആ താക്കോൽ ആ മേശപ്പുറത്ത് വെച്ചിട്ട് ഇവിടെ വന്ന് ഇരുന്നേ. ഓ, ഈ പ്രഭയുടെ ഒരു കാര്യം എപ്പോഴും ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ദേ, പ്രായമായി കളവാ, ഇപ്പോഴും കുട്ടിപ്രായമാണെന്നാ വിചാരം. ആ, അതൊക്കെ പോട്ടെ, ഇന്ന് എത്ര എണ്ണ അകത്താക്കി? ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോ എല്ലാം ഇറങ്ങിയ പോലെ. പിന്നെ എത്ര അകത്താക്കിയാലും ഞാൻ സ്ട്രോങ് അല്ലേ മോളെ? ഓ പിന്നെ സ്ട്രോങ്, വയസ്സായ കേളവൻ. പ്രഭേ, നമ്മുടെ വിവാഹം എന്നായിരിക്കും? അധികാലം എനിക്കിങ്ങനെ ഒളിപ്പിച്ചു കുടിക്കാൻ സാധിക്കില്ല. ഞാൻ നിനക്ക് വാക്കുന്നതല്ലേ, കുറച്ചു കാലം കൂടി. അതുവരെ ഞാനിങ്ങനെ പ്രണയിച്ച് നിക്കട്ടെ. പുറത്തര വന്നു. വൃത്തിയുടെ കാണിക്കരുത്. അതിന് ഞാനൊന്നും കാണിച്ചു തുടങ്ങിയില്ലല്ലോ. ഏത് നേരം ഈ ഒരു ചിന്തയുള്ളൂ. വിട്, ഞാൻ പോവാം. മോൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ജാനകി അന്ന് അവിടെ നിന്ന് പോയതിനു ശേഷം പ്രഭാകരനെ പിന്നെ ജീവനോട് ആരും കണ്ടിട്ടില്ല. ജാനകി, സത്യം പറയൂ, ജാനകി അല്ലേ പ്രഭാകരനെ കൊന്നത്? അല്ല സർ, ഞാനല്ല. യെസ് യെസ്, യു ആർ ഡാം ആൻഡ് റൈറ്റ്. ജാനകി അല്ലേ പിന്നെ ആര്? ഷാജി പറയൂ. ഷാജി അന്ന് ആരെയും കൊണ്ടാ അവിടെ ഓട്ടം പോയത്? അവസാനമായി പ്രഭാകരനെ കണ്ടത് എപ്പോഴായിരുന്നു? എപ്പോഴൊന്നും ഓർമ്മയില്ല. ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് പിന്നെ വന്നിട്ടില്ല. ഈ പ്രഭാകരൻ എപ്പോഴെങ്കിലും നിങ്ങളെ കാണാൻ അങ്ങോട്ട് വന്നു? പോലീസുകാരെ വിശ്വസിക്കരുതെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. എന്നാലും എനിക്ക് സാറുമാരോട് കാര്യം പറയാനുണ്ട്. നീ കാര്യം പറയടേ. ആ വീട്ടിലുണ്ടായിരുന്ന സാറിനെ എനിക്കറിയാം. സാറുമാർ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അല്ല സാർ, അവിടെ നിന്ന് ആ സ്ത്രീ പറഞ്ഞത് ഞാൻ കേട്ടു. അവരവിടെ വന്നിട്ട് കുറേ നാളായി എന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവരെ ആ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഓർമ്മയുണ്ടോ? ഈ കഴിഞ്ഞ മെയ് 22 വൈകുന്നേരം 3 മണിയായി കാണും. ആ ഡേറ്റ് ഇത്ര കൃത്യമായി ഓർക്കാൻ കാരണം? സാർ, അന്നാണ് ഞാൻ പലിശയ്ക്ക് കാശ് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്. അന്ന് കൊടുക്കാൻ പറ്റാത്തത് കാരണം പലിശക്കാരൻ ഖാദറുമായി എൻ്റെ വീട്ടിൽ പോയിട്ട് നിന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ത്രീ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ നിങ്ങളോട് പറഞ്ഞത് കള്ളമാണ് സാർ. ഇക്ക, പോലീസ് വീടിനകത്തുനിന്ന് കണ്ടെടുത്ത താക്കോല് അത് പ്രഭ എനിക്ക് കയ്യിൽ വെച്ചിരിക്കാൻ തന്ന താക്കോലാ. പ്രഭ മരിക്കുന്നതിൻ്റെ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വീടിൻ്റെ താക്കോലാണ് ഓഫീസിൻ്റെ താക്കോലെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കൊടുത്തത്. പിറ്റേന്ന് ഞാൻ ചെന്നപ്പോൾ പ്രഭയെ കാണാഞ്ഞിട്ട് തിരികെ പോകുമ്പോഴാണ് താക്കോല് മുറ്റത്ത് എറിഞ്ഞ് കിട്ടിയത്. ആ താക്കോൽ ഉപയോഗിച്ചാണ് ഞാൻ മുറി തുറന്നതും പ്രഭയെ മരിച്ച നിലയിൽ കാണുന്നതും.
അവിടെ നിന്ന് പോരുമ്പോൾ വീടിൻ്റെ രണ്ടാമത്തെ താക്കോൽ എൻ്റെ ബാഗിൽ ഇട്ടിരുന്നു. എനിക്കിതിൽ പ്രഭ കൊല്ലപ്പെട്ടതാണെന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ മുറിയുടെ താക്കോൽ എങ്ങനെ അവിടെ വന്നു? പോലീസിന് കൊടുത്ത മൊഴിയിൽ പ്രഭാകരനെ അവസാനമായി കണ്ടിട്ട് കുറെ നാളുകളായിട്ടെന്നാണ് ഭാനുമതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രഭാകരൻ മരിച്ച ദിവസം ഭാനുമതി പ്രഭാകരനെ കണ്ടത് ഞങ്ങളോട് പറയാൻ മറന്നതാണോ, അതോ ഞങ്ങൾക്ക് ഭാനുമതിയെ ഒരു കണിക പോലും സംശയമില്ലായിരുന്നു. പക്ഷെ ദൈവം മാറ്റിവെച്ച ആ തെളിവ്, അതാണ് ഷാജി. പറയണം ഭാനുമതി, പ്രഭാകരൻ മരിച്ച ദിവസം നിങ്ങൾ അവിടെ പോയിരുന്നു. അതിന് തെളിവുകൾ ഒരുപാടുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷൻ, ഷാജി, പിന്നെ നിങ്ങളുടെ മകൾ. എന്താ ഭാനുമതി മറന്നോ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേസിൽ മകളെ കൂടി ഉൾപ്പെടുത്താം. അത് വേണോ? ആ കുട്ടിയുടെ ജീവിതം കൂടി താൻ കാരണം ഇല്ലാതാക്കണോ? വേണ്ട, ഞാൻ പറയാം, എല്ലാം പറയാം. ഇല്ല മോളെ, അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് അയാളുടെ ചില്ലി കാശ് വേണ്ട. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അത് കണ്ടവളമാർ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഫീസ് അടയ്ക്കാൻ തന്നെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല. ഇനി ഒരുത്തി കൂടെ ഇല്ലേ, ഞാൻ എന്ത് ചെയ്യും? എന്തായാലും ഇന്ന് ഇതിന് ഒരു തീരുമാനമാക്കിയിട്ടേ ഞാൻ വരുന്നുള്ളൂ. താന് എന്റെ സഹധർമ്മിണിയോ? വാ വാ, നിന്നോടാരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പണ്ടേ നീ ഒരു സോങ്കല്യായിരുന്നു. കുറെ നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. അവസാനമായി നമ്മൾ കട്ടിൽ കുത്തിമറിയുമ്പോ നീ നിലവിളിച്ചത് ഒരു ഹരമായിരുന്നു. അതുപോലെ നിലവിളിക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരുത്തിയെ കിട്ടിയിട്ടുണ്ടല്ലോ, ജാനകി. അതെ, അവള് കൊള്ളാം. എന്റെ എല്ലാ കാമകേളിക്കും അവള് നല്ലതുപോലെ നിന്ന് തരും, ഒരു മടുപ്പും ഇല്ലാതെ. നിന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് അവളുടെ കൂടെ ശിഷ്ടകാലം നിൽക്കാനൊന്നും പോകുന്നില്ല. കുറച്ചു നാൾ കൂടി, അത് കഴിയുമ്പോ ഞാനിവിടെ നിന്നങ്ങ് പറക്കും, അങ്ങ് കാനഡയ്ക്ക്. പിന്നെ ബാക്കി ലീലാവിലാസങ്ങൾ അവിടെ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ മോളെ, അതൊക്കെ ആസ്വദിക്കണ്ടേ? താനിങ്ങനെ കണ്ട തേവീശയുടെ കൂടെ നടന്നോ? എനിക്ക് എന്റെ മക്കളുടെ കാര്യത്തിനാണ് ഞാൻ വന്നത്. താൻ ഉണ്ടാക്കി തന്ന 2 എണ്ണം ഉണ്ടല്ലോ, അതിനെ എനിക്ക് നോക്കിയല്ലേ പറ്റൂ. എന്റെ മക്കൾ, ഞാനുണ്ടാക്കിയ എന്റെ മക്കൾ. അതിലെനിക്ക് സംശയമൊന്നുമില്ല. അവരെന്റെ മക്കള് തന്നെ. അത്
അതുകൊണ്ട് നീ പേടിക്കണ്ട, നല്ല കാശുള്ള പയ്യന്മാരെ വളച്ച് അവന്മാർ ജീവിച്ചോളും. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ കാനഡയ്ക്ക് വിട്, ആകുമ്പോ ആർക്കും ഒരു സംശയവും തോന്നില്ല. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അലമാരയിൽ കുറച്ച് രൂപ ഇരിപ്പുണ്ട്, അതെടുത്തോ. പക്ഷെ അതിനു മുമ്പ് ഞാൻ നല്ല ചൂടായി നിന്നതാ, നീ വന്നത് കാരണം അത് നടന്നില്ല. നീയാണെങ്കിൽ ഇപ്പോഴും ഉടയാതെ നിൽക്കുകയല്ലേ. വാ, നമുക്കൊന്ന് കുത്തിമറിയാം, കൊറേ നാളായില്ലേ. ചത്തോടാ ഇവിടെ കിടന്ന് ചാവ്. ഇത് ചത്തില്ലെങ്കിൽ എന്റെ മക്കളെ അന്വേഷിച്ച് വരുന്നത് പോയിട്ട് അവരോട് സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ വെട്ടി കൊല്ലും പട്ടി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആരും സഹായിക്കാനില്ലാതെ ഇവിടെ കിടന്ന് ചാവ്. അവളെ പറ്റി പറഞ്ഞപ്പോ സഹിച്ചില്ലേ? അവളുടെ അച്ഛനല്ലേ പിരിഞ്ഞിരുന്നപ്പോഴും ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം വന്ന് എന്നെയും മക്കളെയും വിളിച്ചു കൊണ്ട് പോകുമെന്ന്. അന്ന് അവരെ ആ നിലയിൽ കണ്ടപ്പോൾ ഞാൻ അല്ലാതായിപ്പോയി. ഏത് പെണ്ണ് സഹിക്കും? മരിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. കുടിച്ചത് കൊണ്ട് വീണപ്പോ ബോധം പോയതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ തുറന്നു പറഞ്ഞാൽ എന്റെ മക്കൾക്ക് ആരും ഇല്ലാതാവില്ലേ? അവരിതെങ്ങനെ സഹിക്കും? ഞാനാ കൊന്നത് സാറേ. ശരിക്കും ഇവിടെ കുറ്റക്കാരൻ പ്രഭാകരനാണ്. അയാൾക്കുള്ള ശിക്ഷയോ വളരെ ലളിതം. സാർ, എന്നെ ഏൽപ്പിച്ച കേസ് ഇവിടെ അവസാനിക്കുന്നു. മഹേഷ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഞങ്ങളുടെ കൈവശമുണ്ട്. So, shall we take a leave? Thank you, team.